Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. An opportunity for a glorious connection. മഹത്തായ ബന്ധത്തിന് വീണ്ടും ഒരു സന്ദർഭം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു കാണും. വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു കാണും. കർത്താവുമായിട്ടുള്ള മഹത്വപരമായ ബന്ധം നഷ്ടപ്പെട്ടു കാണും. എന്നാൽ ദൈവം വീണ്ടും ഒരവസരം, വീണ്ടും ഒരു ചാൻസ് ദൈവം നമുക്ക് വേണ്ടി നൽകിത്തരുന്നു. യെരമ്യാവ് 18:4 പഠിക്കുമ്പോൾ, കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അത് ഇനി ഒന്നിനും കൊള്ളുകയില്ല. ആ പാത്രം എന്നേക്കുമായി ഉടച്ചു കളഞ്ഞില്ല. ആ കുശവൻ അതിനെ വീണ്ടും ഉടച്ച് ഒരു പുതിയ പാത്രമാക്കി ആമേൻ അതിനെ മാറ്റുന്നു. പുതിയ പേര് കൊടുക്കുന്നു, പുതിയ ഷേപ്പ് വരുത്തുന്നു, ബ്യൂട്ടി വരുത്തുന്നു. ഉടഞ്ഞതൊന്നും കാണാതെ വണ്ണം അതിനെ ഭംഗിയുള്ളതാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ ബന്ധത്തിന് വീണ്ടും ഒരു സന്ദർഭം. ഉടഞ്ഞുപോയ സാഹചര്യങ്ങൾ, തകർന്നുപോയ ജീവിതം, ആമേൻ, തകർന്നുപോയ വ്യക്തിബന്ധങ്ങൾ, ഇതെല്ലാം ദൈവം വീണ്ടും അതിലും ശ്രേഷ്ഠമായ മനോഹരമായ ഒരു ബന്ധം, ഒരു നന്മ, ഇതെല്ലാം തന്ന് കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. നിങ്ങൾ ഉടഞ്ഞുപോയി, എന്നേക്കുമായി നിങ്ങളെ പുറത്തു കളയത്തില്ല. ഒരു കൽപാത്രം യോഹന്നാൻ 2 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു കാനാവിലെ കല്യാണ വീട്ടിൽ ഒന്നിനും കൊള്ളരുതാതിരുന്ന പുറംപറമ്പിൽ കിടന്ന ഒരു പാത്രം യേശു പറഞ്ഞു, ആ പാത്രത്തിൽ വക്കോളം വെള്ളം നിറപ്പീൻ. വളരെ പ്രയോജനമുള്ള ആമേൻ ഒരു പാത്രമായി അതിനെ മാറ്റി. പ്രയോജനമുള്ള ആമേൻ ഒരു വീഞ്ഞ് അതിനകത്ത് ഉണ്ടാക്കപ്പെടുന്നു. ഇതെല്ലാം സംഭവിച്ചത് ആ പുറംപറമ്പിൽ. ഒരു സന്ദർഭം കൂടെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്നു. നിങ്ങളുടെ ടൈം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ മിനിസ്ട്രിയുടെ, നിങ്ങളുടെ പൊളിറ്റിക്കൽ മേഖലയിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ സ്റ്റഡീസിൽ, എക്സാം എഴുതി തോറ്റുപോയതിൽ, ഇതിലെല്ലാം വീണ്ടും ഒരു സന്ദർഭം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഈ മെലേക്ക് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവേ അങ്ങ് അയക്കണമേ. അങ്ങയുടെ മഹിമ വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹിമ കാണുവാൻ ഇടയാക്കണം. അങ്ങ് അത്ഭുതം ചെയ്യണം. വീണ്ടും ഒരു ചാൻസ് കൂടെ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ മഹിമയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. നഷ്ടപ്പെട്ടു പോയ സാഹചര്യം ഓർത്ത് വിതുമ്പി വിതുമ്പി കരയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം, ചാൻസ്, സന്ദർഭം വീണ്ടും ദൈവം ഒരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.